ഷാനവാസിന് വേണ്ടി സംസാരിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് അക്ബറിന്റെ ഭാര്യയായ ഡോക്ടർ ഷെറിൻ. ഡോക്ടർ ഷെറിൻ എത്ര അർത്ഥവത്തായ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഷാനവാസിന്റെ ഈ അവസ്ഥ അറിഞ്ഞതിൽ വളരെ വിഷമം തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഡോക്ടർ ഷെറിൻ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഒരു ഡോക്ടർ ആയതുകൊണ്ട് തന്നെ ഷാനവാസിന്റെ ഹെൽത്ത് കണ്ടീഷനിൽ ഞാൻ കൺസേൺഡ് ആയിരുന്നു എന്നായിരുന്നു ഡോക്ടർ ഷെറിൻ പറഞ്ഞിരുന്നത്. അപ്രതീക്ഷിതമായി നടന്ന വഴക്കിന് ശേഷം ഷാനവാസിന് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുകയായിരുന്നു. ആ സമയം ഗെയിമുകളെല്ലാം മാറ്റിക്കൊണ്ട് അവർ ആദ്യം ഷാനവാസിനെ കൺഫെഷൻ റൂമിലേക്ക് എത്തിക്കുകയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. ദേഷ്യവും വാശിയുമൊന്നും അല്ലാതെ ഷാനവാസിനെയായിരിക്കണം അവർ പ്രയോറിറ്റിയായി കാണേണ്ടിയിരുന്നത്. കാരണം അദ്ദേഹത്തിന് ഫസ്റ്റ് എയ്ഡ് ആയിരുന്നു ആദ്യം നൽകേണ്ടിയിരുന്നത്. പിന്നീടാവാമായിരുന്നു നിങ്ങളുടെ വഴക്കെല്ലാം. ഹൗസിലുള്ള ഷാനവാസ് ഒഴികെ മറ്റുള്ള എല്ലാവരും തെറ്റാണ് ചെയ്തത് എന്നായിരുന്നു അക്ബറിന്റെ ഭാര്യ പറഞ്ഞിരുന്നത്. എത്ര സത്യമായ കാര്യമാണ് ഡോക്ടർ ഷെറിൻ ഇവിടെ വന്ന് പറഞ്ഞിരിക്കുന്നത്. ഷാനവാസ് അവിടെ കുഴഞ്ഞു വീണപ്പോൾ എല്ലാ ആണുങ്ങൾക്കും ചേർന്ന് പൊക്കിയങ്ങ് കൺഫെഷൻ റൂമിലേക്ക് പെട്ടെന്ന് എത്തിക്കാമായിരുന്നു. എന്നാൽ അവർ ദേഷ്യവും വാശിയുമെല്ലാം പിടിച്ചുകൊണ്ട് കുറേ സമയം ലേഗാക്കി. അക്ബറും ആര്യനും നെവിനുമെല്ലാം ആദ്യം ഇതൊരു ആക്ടിംഗ് ആണെന്ന് കരുതി. എന്നാൽ ജെനുവിനാണെന്ന് കണ്ടപ്പോൾ അവർ സഹായിക്കുവാനായി കൂടെ ചെന്നപ്പോൾ മറ്റുള്ളവരുടെ വാശി കാരണമായിരുന്നു അവിടെ കൺഫെഷൻ റൂമിലേക്ക് എത്തിക്കാൻ നേരം വൈകിയത്. പലതവണ ബിഗ് ബോസ് എത്രയും പെട്ടെന്ന് കൺഫെഷൻ റൂമിലേക്ക് എത്തിക്കണമെന്ന് പറഞ്ഞിട്ടും അക്ബറിന്റെയും ആര്യന്റെയും നെവിന്റെയും സഹായം മറ്റുള്ളവർ നിരസിക്കുകയായിരുന്നു. ആ സമയം ദേഷ്യവും വാശിയുമെല്ലാം മാറ്റിക്കൊണ്ട് വയ്യാത്ത ആൾക്ക് പെട്ടെന്ന് തന്നെ മെഡിക്കൽ സപ്പോർട്ട് നൽകുക എന്നതായിരുന്നു ഇവർ ചെയ്യേണ്ടിയിരുന്നത്. ഒരുപാട് സമയമായിരുന്നു അവിടെ വഴക്കിട്ട് മറ്റുള്ളവർ കളഞ്ഞുകൊണ്ടിരുന്നത്. എന്തായാലും സ്വന്തം ഭർത്താവിനെ പോലും സപ്പോർട്ട് ചെയ്യാതെ സത്യത്തിന്റെ കൂടെ നിന്ന ഡോക്ടർ ഷെറിന് 1000 അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. നിങ്ങൾക്ക് ബിബിയുടെ പുതിയ അപ്ഡേറ്റ്സ് അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.